സംസ്ഥാനത്ത് നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു സെമി ഫൈനൽ നടക്കുവാനുണ്ട്. ആ സെമി ഫൈനൽ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലാണ്. അതായത് കോൺഗ്രസ് രാഷ്ട്രീയ പശ്ചാത്തലത്തിലൂടെ കടന്നു വന്ന കോൺഗ്രസിൻ്റെ മുഖമായി നിന്നിരുന്ന PV അൻവർ പാർട്ടിയോടുള്ള ചില പിണക്കങ്ങളുടെ പുറത്ത് ഇടതുപക്ഷ പാളയത്തിലേക്ക് എത്തുന്നു. അങ്ങനെ നിലമ്പൂരിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിക്കുന്നു. അതും ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു. പിന്നീട് ഇടതുപക്ഷവുമായി വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾ ഉണ്ടാകുന്നു. ആദ്യഘട്ടത്തിൽ ഇടതുപക്ഷവും മുഖ്യമന്ത്രി പിണറായി വിജയനുമൊക്കെ എൻ്റെ പിതൃതുല്യനായ രാഷ്ട്രീയ നേതാവാണ് എന്ന തരത്തിലേക്കൊക്കെ പറഞ്ഞ PV അൻവറിന് പിന്നീട് അവയെല്ലാം മാറ്റിപ്പറയേണ്ട സ്ഥിതിയും സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായി രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തേണ്ട രാഷ്ട്രീയ സാഹചര്യവും ഉണ്ടാകുന്നു. അങ്ങനെ അദ്ദേഹം പിന്നീട് DMK എന്ന മൂവ്മെൻറ്റ് തുടങ്ങുന്നു. ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന DMK. അങ്ങനെ DMKയുടെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസിലേക്ക് പ്രവേശിക്കുവാനുള്ള പല നീക്കങ്ങളും നടത്തുന്നത്. എന്നാൽ VD സതീശനുമായുള്ള അദ്ദേഹത്തിൻ്റെ തുറന്ന പോരാട്ടത്തിൻ്റെ പുറത്ത് അങ്ങനെ എളുപ്പത്തിൽ കോൺഗ്രസിലേക്ക് സ്വീകരിക്കാൻ കഴിയില്ല എന്ന വാദം പാർട്ടിക്കുള്ളിലെ ചില നേതാക്കന്മാർ ഉയർത്തിയതോടുകൂടി PV അൻവറിനെ ഉടനെ അങ്ങനെ കോൺഗ്രസിലേക്ക് സ്വീകരിക്കുവാൻ കഴിയാത്ത രാഷ്ട്രീയ തലമുണ്ടാകുന്നു. പിന്നീട് PV അൻവറിന് ഒരു ആശ്രയം എന്ന രീതിയിൽ തൃണമൂൽ കോൺഗ്രസിലേക്ക് പ്രവേശിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിൽ ഇപ്പോൾ PV അൻവർ പ്രവേശിച്ചതിനെ ചൊല്ലി വലിയ പ്രശ്നങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇവിടെ VD സതീശൻ നടത്തിയ മലയോര മുന്നേറ്റ യാത്രയുടെ വേദിയിൽ PV അൻവർ എത്തി എന്നുള്ളത് കോൺഗ്രസിലേക്കുള്ള PV അൻവറിൻ്റെ ഒരു രാഷ്ട്രീയ ചുവടുവെപ്പിൻ്റെ ഒരു ഭാഗമാണ്. കൂടാതെ തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂരിൽ കോൺഗ്രസിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്തുകയില്ല എന്നും പറഞ്ഞ PV അൻവർ ആദ്യം ആര്യാടൻ ഷൗക്കത്ത് എന്ന കാലങ്ങളായി നിലമ്പൂർ മണ്ഡലം അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ മകനെതിരെ ഒരു നിലപാടെടുക്കുന്നു. അതായത് സ്ഥാനാർത്ഥിയാക്കിയാൽ പിന്തുണയ്ക്കില്ല, മറ്റാരെയും പിന്തുണയ്ക്കും, VS ജോയിക്ക് കൂടുതൽ പിന്തുണ നൽകുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ MLA സ്ഥാനം PV അൻവർ രാജിവെച്ച സാഹചര്യത്തിൽ നടക്കുവാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ പ്രതീക്ഷയാണുള്ളത്, കോൺഗ്രസിന് വലിയ സാധ്യതയാണുള്ളത്. 2016-ലെയും 2021-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ മത്സരിച്ചത് PV അൻവർ ആയിരുന്നു. ആദ്യ തവണ PV അൻവർ മത്സരിക്കുമ്പോൾ മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടിയായിരുന്നു PV അൻവർ വിജയിച്ചു വന്നത്. അന്ന് ആര്യാടൻ മുഹമ്മദിൻ്റെ മകനായ ആര്യാടൻ ഷൗക്കത്തായിരുന്നു അദ്ദേഹത്തിനെതിരായി മത്സരിച്ചത്. ആ സമയത്ത് 11,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയായിരുന്നു PV അൻവർ അവിടെ നിന്ന് വിജയിച്ചു വന്നത്. പിന്നീട് 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്ന് മത്സരിച്ചത് അന്നത്തെ അവിടുത്തെ DCC അധ്യക്ഷനായ VV പ്രകാശ് ആയിരുന്നു. VV പ്രകാശ് പൊരിഞ്ഞ പോരാട്ടം തന്നെയായിരുന്നു നിലമ്പൂരിൽ കാഴ്ചവെച്ചത്. വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലായിരുന്നു PV അൻവർ 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചത്. അത് 2000 പരം വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ്. അതായത് കോൺഗ്രസിൻ്റെ പ്രസക്തി നിലമ്പൂരിൽ ഏറി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. അവിടെയുള്ള ഉൾപാർട്ടി പ്രശ്നങ്ങളുടെ പുറത്തായിരുന്നു നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെടുകയും PV അൻവർ വിജയിക്കുകയും ചെയ്തത്. പിന്നീട് PV അൻവറിന് അവിടെയുള്ള ഒരു പ്രാതിനിധ്യം, ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഘടകം തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇടതുപാളയം വിട്ട് കോൺഗ്രസിനോട് അനുഭവം പ്രകടിപ്പിക്കുന്ന PV അൻവർ കൂടി കോൺഗ്രസിലേക്ക് വന്നപ്പോൾ UDFൻ്റെ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്. ആ UDFൻ്റെ ആത്മവിശ്വാസം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ UDFൻ്റെ സ്ഥാനാർത്ഥി ആരാണ് എന്നതിനെ ചൊല്ലിക്കൂടി ആയിരിക്കും നിലമ്പൂരിൽ എങ്ങനെ UDFന് വിജയിക്കുവാൻ സാധിക്കും എന്നതുകൂടി വ്യക്തമാകുക. ഇവിടെ പലരുടെയും പേരുകൾ UDF സ്ഥാനാർത്ഥിയായി നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ മുൻപോട്ട് വന്നെങ്കിൽ പോലും അവിടെ വിജയിക്കുവാൻ സാധ്യത ഏറെയുള്ള അല്ലെങ്കിൽ വിജയിക്കുമെന്ന് കോൺഗ്രസിന് അടിയുറച്ച് പറയുവാൻ കഴിയുന്ന ഒറ്റ പേരേ ഉള്ളൂ. അത് കോൺഗ്രസിലെ പല നേതാക്കന്മാരും സമ്മതിച്ച് കഴിയുകയും ചെയ്തു. അത് ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്തല്ല. കാരണം ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ ഇപ്പോഴും വലിയ പടലപ്പിണക്കങ്ങളും ഉൾപാർട്ടി പ്രശ്നങ്ങളുമുണ്ട്. ആര്യാടൻ ഷൗക്കത്തിനോട് അനുകൂലിച്ച് നിൽക്കുന്ന വിഭാഗവും ആര്യാടൻ ഷൗക്കത്തിനെ തള്ളി നിൽക്കുന്ന വിഭാഗവുമുണ്ട്. എന്നാൽ അവിടെ PV അൻവറിൻ്റെ പിന്തുണ UDFനെ സംബന്ധിച്ച് വലിയ ഗുണകരമായ ഒരു കാര്യം തന്നെയാണ്. PV അൻവർ നടത്തിയ പല സമ്മേളനങ്ങളും തടിച്ചുകൂടിയ ജനങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. CPMനോടുള്ള അകൽച്ചയെ ചൊല്ലി PV അൻവറിന് പിന്തുണ നൽകിയ പല ഇടത സഹയാത്രികർ, പല ഇടത വോട്ടർമാരുണ്ട്. അവരെല്ലാം UDFന് അനുകൂലമായി വോട്ട് ചെയ്യുവാനുള്ള സാധ്യതയും ഏറെയാണ്. അത്തരത്തിലുള്ള കണക്കൂട്ടുകൾ പരിശോധിക്കുമ്പോൾ ഇനി ഒരുപക്ഷെ ആര്യാടൻ ഷൗക്കത്ത് UDFൽ നിന്ന് വിട്ടുനിന്നാൽ പോലും അവിടെ UDFന് വിജയിക്കുവാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അതിന് തക്കതായ ഒരു സ്ഥാനാർത്ഥി വരണം. ആ സ്ഥാനാർത്ഥി മറ്റാരുമല്ല, അത് VS ജോയിയാണ്. എന്തുകൊണ്ട് VS ജോയി സ്ഥാനാർത്ഥിയായാൽ വിജയിക്കുമെന്ന് പറയുവാൻ കാരണം ഒന്ന് PV അൻവറിൻ്റെ പിന്തുണയാണ്. PV അൻവർ പത്രസമ്മേളനം നടത്തി ആദ്യം തന്നെ പ്രകടിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ VS ജോയി ആണെങ്കിൽ 100%
ഇരട്ടി ഭൂരിപക്ഷത്തോടുകൂടി വിജയം താൻ നൽകിയിരിക്കും എന്ന തരത്തിലേക്കായിരുന്നു പി വി അൻവർ പറഞ്ഞിരുന്നത്. അത് ഒന്നാമത്തെ കാര്യം. അതായത് പി വി അൻവറിൻ്റെയും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന വലിയ ജനപിന്തുണയുടെയും ഒരു വോട്ട് വി എസ് ജോയിക്ക് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, വി എസ് ജോയി വളരെ മികവും വളരെ കഴിവുമുള്ള ഡി സി സി അധ്യക്ഷന്മാരിൽ ഒന്നാമത് നിൽക്കുന്ന ആൾ തന്നെയാണ്, നിസ്സംശയം പറയാം. കാരണം കോൺഗ്രസിലേക്ക് കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പല പാർട്ടികളിൽ നിന്നും പലരെയും കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ആ വന്നവരെല്ലാം പ്രധാനപ്പെട്ടവരായ നേതാക്കന്മാരായിരുന്നു. പക്ഷേ ആ നേതാക്കന്മാർക്ക് പിന്നിൽ വലിയ അണികളുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ എളുപ്പത്തിൽ ഉണ്ട് എന്ന് പറയുവാൻ കഴിയില്ല. കാരണം അവരുടെ മുഖം, അതായത് ആ ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരുടെ ആ അണികൾ നൽകിയ മുഖമാണ് ആ നേതാവിനുള്ളത്. ആ മുഖം മാത്രമേ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുവാൻ ഒട്ടുമിക്ക നേതാക്കന്മാർക്കും സാധിച്ചിട്ടുള്ളൂ. എന്നാൽ മലപ്പുറത്തിൻ്റെ ഡി സി സി അധ്യക്ഷനായ വി എസ് ജോയിക്ക് നിഷ്പ്രയാസം പാർട്ടിയിലേക്ക് നിരവധി അണികളെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. നിരവധി അണികളെയാണ് ഡി സി സി അധ്യക്ഷനായ വി എസ് ജോയി കൊണ്ടുവന്നിട്ടുള്ളത്, ഇനി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്, കൊണ്ടുവരാനുള്ളതും. അതുകൊണ്ട് ആ പ്രാദേശിക തലത്തിലുള്ള വോട്ടർമാരുടെ അല്ലെങ്കിൽ അണികളുടെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ കഴിവും പ്രാപ്തിയും ആ ജില്ലയിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നൊരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് വി എസ് ജോയി കടന്നു വരുമ്പോൾ ഒരു യുവമുഖമെന്ന രീതിയിൽ, അല്ലെങ്കിൽ നിരവധി അണികളെ ഏകോപിപ്പിച്ച് നിർത്തിയിട്ടുള്ള ഒരു മുഖമെന്ന രീതിയിൽ വി എസ് ജോയിക്ക് പ്രാധാന്യമേറെ നിലമ്പൂരിൽ ലഭിക്കുമെന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. പി വി അൻവറിൻ്റെ പിന്തുണ കൂടി വരുമ്പോൾ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളുടെ പിന്തുണ കൂടി ലഭിക്കും. അങ്ങനെ വി എസ് ജോയിക്ക് വിജയസാധ്യത ഏറെയാണ്. അത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഒരു ഇടത് നേതാവിൻ്റെ പേര് പറയുകയാണെങ്കിൽ അത് ജമീല എന്ന വനിതാ നേതാവിൻ്റെ പേര് കൂടി മുൻപോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും CPM മണ്ഡലം ഏറ്റെടുക്കുവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം നിലമ്പൂരിൽ UDF വിജയിച്ചാൽ 2016-ലും 2021-ലും നിരന്തരമായി LDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി വി അൻവർ മത്സരിച്ച് വിജയിച്ചുകൊണ്ടിരിക്കുന്ന നിലമ്പൂരിൽ വീണ്ടും UDF വിജയിച്ചാൽ അത് ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാവും. കാരണം പി വി അൻവറിൻ്റെ പിന്തുണയിലാണ് LDF നിലമ്പൂർ പിടിച്ചെടുത്തത് എന്നൊരു വാദത്തിന് ശക്തി പ്രാപിക്കും. പി വി അൻവർ UDFിലേക്ക് വന്നപ്പോൾ UDF വിജയിക്കുന്നു. പി വി അൻവർ ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ചപ്പോൾ ഇടതുപക്ഷം വിജയിക്കുന്നു. അതിനു മുമ്പ് ഇടതുപക്ഷത്തിന് അങ്ങനെ കയറി ചെല്ലാൻ കഴിയാത്തൊരു മണ്ഡലമായിരുന്നു നിലമ്പൂർ എന്ന പേരും ഖ്യാതിയും അതിലുണ്ട്. അതുകൊണ്ട് പി വി അൻവർ വിജയിക്കുവാതിരിക്കുവാനുള്ള പി വി അൻവറോ കോൺഗ്രസോ വിജയിക്കാതിരിക്കുവാനുള്ള എല്ലാ തന്ത്രപരമായ നീക്കങ്ങളും ഇടതുപക്ഷത്തിൻ്റെ പാളയത്തിൽ നിന്നുണ്ടാകും. കാരണം അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചാൽ, അതായത് പി വി അൻവർ മുമ്പോട്ട് വെച്ച പേരാണ് വി എസ് ജോയി, അദ്ദേഹം വിജയിച്ചാൽ അത് പി വി അൻവർ വിജയിക്കുന്നത് പോലെയാണ്. പി വി അൻവർ വിജയിച്ചാൽ അത് ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാണ്, നാണക്കേടാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അദ്ദേഹം ഉയർത്തിയ ഓരോ ആരോപണങ്ങൾക്കും ജനപിന്തുണ ഉണ്ടായിട്ടുണ്ട് എന്ന വാദത്തിന് ശക്തി പ്രാപിക്കും. അദ്ദേഹത്തിന് നിയമസഭയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടായതിൽ ഇടതുപക്ഷത്തിൻ്റെ ഭരണവിരുദ്ധ വികാരം കൂടി ചേരുമ്പോൾ അവിടെ പി വി അൻവറിന് ജനസ്വീകാര്യത വർദ്ധിച്ചാൽ അവിടെ UDF വിജയിക്കും. അത് ഇടതുപക്ഷത്തിന് നാണക്കേടായി മാറുമെന്ന ചിന്താഗതിയുടെ പുറത്തു തന്നെ പി വി അൻവറിനെ പരാജയപ്പെടുത്തുവാനുള്ള എല്ലാ നീക്കങ്ങളും ഇടതുപക്ഷത്തിൻ്റെ പാളയത്തു നിന്നുണ്ടാകും. അത് പി വി അൻവർ ആണെങ്കിലും പി വി അൻവറിൻ്റെ സ്ഥാനാർത്ഥി വി എസ് ജോയിയെയും പരാജയപ്പെടുത്തുവാനുള്ള നീക്കങ്ങളുണ്ടാകും. പക്ഷേ അവിടെ വി എസ് ജോയിയുടെ ജനപിന്തുണ, ജനസ്വീകാര്യത, അവിടെ പി വി അൻവറിൻ്റെ പിന്തുണ, ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ വലിയ മുന്നേറ്റം അവിടെ ഉണ്ടാക്കുവാൻ സാധിക്കും. മറ്റൊന്ന്, ഉപതെരഞ്ഞെടുപ്പുകൾ ഓരോന്നും വിജയിപ്പിക്കുവാനുള്ള കഴിവ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ തന്ത്രപരമായ നീക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് പാലക്കാട്ടേതാണെങ്കിലും തൃക്കാക്കരയിലെ ആണെങ്കിലും അടക്കം പല മണ്ഡലങ്ങളിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ഉപതെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ വളരെ വിജയകരമായി മുമ്പോട്ട് പോകാറുണ്ട്. ഇനി ഏറ്റവും ഒടുവിൽ ചേലക്കരയിലുള്ള പരാജയം പോലും ആണെങ്കിലും ചേലക്കരയിലെ പരാജയത്തിൻ്റെ ആഴം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാൾ കുറവായിരുന്നു. കാര്യം അവിടെ ചേലക്കരയിൽ വലിയ നാണക്കേടൊന്നുമില്ലാത്തൊരു പരാജയമാണ് കോൺഗ്രസ് നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്ന രീതിയിൽ വി ഡി സതീശൻ വളരെ മുന്നേറ്റത്തിൽ നിൽക്കുന്ന ഒരു നേതാവ് തന്നെയാണ്. മറ്റൊന്ന്, കെ സുധാകരൻ്റെ പിന്തുണ വി എസ് ജോയിക്ക് ഉണ്ടാകും. കാരണം KPCCയുടെ എല്ലാ ചട്ടങ്ങളും എല്ലാ തീരുമാനങ്ങളും കൃത്യമായി അനുസരിച്ച് മുൻപോട്ട് പോകുന്ന ഒരു DCC അധ്യക്ഷനാണ് വി എസ് ജോയി. അദ്ദേഹം KPCCയുടെ ഖ്യാതി ഉയർത്തുന്ന നേതാവാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ പിന്തുണ KPCC അധ്യക്ഷനായ കെ സുധാകരൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. അപ്പോൾ KPCCയുടെ പൂർണ്ണ പിന്തുണയുള്ള വി ഡി സതീശൻ്റെ തന്ത്രങ്ങൾ കുതകുന്ന തരത്തിലുള്ള ഒരു മണ്ഡലമായി മാറിയ പി വി അൻവറിൻ്റെ സ്വാധീനമേറെയുള്ള സർക്കാർ വിരുദ്ധ വികാരം അലയടിച്ചുയർന്നു നിൽക്കുന്ന ഒരു മണ്ഡലം എന്ന തരത്തിലേക്കൊക്കെ നിലമ്പൂരിന് സാധ്യത ഏറെ തന്നെയാണ്. ആ നിലമ്പൂരിൽ വി എസ് ജോയി എന്ന സ്ഥാനാർത്ഥിക്കും അദ്ദേഹത്തിൻ്റെ വിജയത്തിനും സാധ്യത ഏറെയാണ്.